അതിന്റെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. പ്രൈസ് ലോർഡ്. യിരെമ്യാവ് 17-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. യിരെമ്യാവ് 17:9. ഇങ്ങനെ വായിക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. യിരെമ്യാവ് 17:9 വായിച്ചത്. നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഫോളോ ചെയ്യുക. അതായത് ഹൃദയം എന്ന് പറയുമ്പോൾ ഫോളോ യുവർ ഹാർട്ട്. സമൂഹവും അല്ലെങ്കിൽ മോഡേൺ ക്രിസ്ത്യാനിറ്റി എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അംബീഷനെ പിന്തുടരുക, അല്ലെങ്കിൽ ഹൃദയത്തെ പിന്തുടരുക. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തെ പിന്തുടരുക. സ്തോത്രം. അപ്പൊ ശരിക്കും ദൈവവചനവുമായിട്ട് നമ്മൾ ഇത് തുലനപ്പെടുത്തി നോക്കുമ്പോൾ ഒത്തിരി കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവചനവുമായിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് പറയും. കാരണം കർത്താവ് ഒരിക്കലും ഹൃദയത്തെ ഫോളോ ചെയ്യാനല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞത് എന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ ഫോളോ ചെയ്യുക, ദൈവത്തിന്റെ ഇഷ്ടത്തെ ഫോളോ ചെയ്യുക, ദൈവത്തിന്റെ ആഗ്രഹത്തെ ഫോളോ ചെയ്യാനാണ് ദൈവം നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. കാര്യം ഹൃദയത്തെ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ, ഹൃദയം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു തള്ളിച്ച ഉണ്ടാവും, നമ്മുടെ ഇമോഷന്റെ ഒരു തള്ളിച്ച ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിട്ട് വരുമ്പോൾ അതിനാണ് അവിടെ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. പലപ്പോഴും വിശ്വാസികൾ ചെയ്യുന്നൊരു കാര്യം, ഈ ആഗ്രഹത്തെ ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തെ ട്രെയിൻ ചെയ്യാത്തത് മൂലം ഈ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ കൺഫർമേഷനായിട്ട് എടുത്ത് വഴികൾ തുറക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പോകാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അതിന്റെ ഔട്ട്കം വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിൽ അപ്രകാരം പലരുടെയും ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. യോന ഒരു ഉദാഹരണമാണ്. ദൈവം പറഞ്ഞതിന് നേരെ എതിരെ, ഹല്ലേലൂയ, നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് യോന പോയത്. ലാസ്റ്റ് അവൻ തിരിച്ചു വന്നു. പക്ഷെ അവന്റെ ലൈഫിന്റെ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ കടന്നുപോയ വേദനകളും സ്ട്രഗിൾസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വില കൊടുക്കേണ്ടി വന്നു യോന. അതുപോലെ തന്നെ സാംസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശിംശോൻ, ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ദലീലയുമായിട്ട് അവൻ അവന്റെ ലൈഫിൽ ഇതുമൂലം എടുക്കേണ്ട വന്നു. അത് അവന്റെ ലൈഫിനെ ഒന്നുമല്ലാതാക്കി തീർത്തു. വേണമെങ്കിൽ സാംസന് പറയാമായിരുന്നോ, ഇത് ദൈവം കൊണ്ടേ തന്നതാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയെ ഞാൻ പോകുന്നത്. അവന്റെ ഹൃദയത്തിന് അവന് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം ആ കാര്യങ്ങൾ. അപ്പൊ അവന് തോന്നിയിട്ടുണ്ടാവും, ശരിയാന്ന് തോന്നിയിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം, ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് സന്തോഷം ഒരു പരിധിവരെ തരും, എക്സൈറ്റ്മെന്റ് തരും, അല്ലെങ്കിൽ ഒരു ടെമ്പററി അല്ലാത്തൊരു സമാധാനം എവിടെയെങ്കിലൊക്കെ തരും. പക്ഷേ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, ഒരു കാര്യത്തോട് നമ്മൾ കടക്കുമ്പോഴേക്കും അതിന്റെ ഔട്ട്കം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം, അല്ലെ? കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിന്റെ ഔട്ട്കം വരുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഒരുപാട് കേസുകൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ട് പലരും വിളിക്കുമ്പോൾ പലരുടെ ലൈഫിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. സ്തോത്രം. പിന്നീട് അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു യാന്ത്രികമായ ലൈഫിലൂടെ പലരും പോകുന്നുണ്ട്. പല തീരുമാനങ്ങൾ ദൈവഹിതത്തിന് വിപരീതമായിട്ട് എടുത്തിട്ട് പിന്നെ എന്താ പറയാ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചെടുക്കാനും വയ്യ എന്ന് പറയുന്ന വല്ലാത്തൊരു അവസ്ഥയിൽ ജീവിതം കൊണ്ടുപോകുന്നവരുണ്ട്. അത് ജീവിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ആഴത്തിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ ഒട്ടും ഹാപ്പി ആയിരിക്കത്തില്ല, ഒട്ടും ഹാപ്പി ആയിരിക്കത്തില്ല. അങ്ങ് പോകുന്നുള്ളൂ. അങ്ങനെ ഒരു ലൈഫിലോട്ട് നമ്മൾ പോകുക. കാര്യം വേറെ ആരുമില്ല നമ്മളെവിടെ ചതിക്കുന്നത്, നമ്മുടെ ഹൃദയമാണ് നമ്മളെ ചതിക്കുന്നത്. സ്തോത്രം. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയപ്പെടാത്ത നമ്മുടെ ഇമോഷൻസ് അവിടെ നമ്മളെ ചതിക്കുന്നു. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, പ്രോവർബ്സ് സദൃശവാക്യങ്ങള് 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ആശ്രയിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യണം? ഊന്നരുത്. സ്വന്തം വിവേകം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്,
നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടാത്ത നമ്മുടെ ഹാർട്ടിന്റെ ഡിസേഴ്സ്, അല്ലെങ്കിൽ അതൊരു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മൂലമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ വിഷയത്തിൽ നിന്ന് നമ്മുടെ ഒരു വീക്ക്നെസ്സിനെ നമുക്കത് ജയിക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ ഒരു സിറ്റുവേഷൻ, അതിലുള്ള ഒരു ജയമെടുക്കലായിരിക്കാം. ഇതെല്ലാം ദൈവവചനത്തിന് വിപരീതമായ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ പദ്ധതിക്ക് തികച്ചും എനിമിറ്റിയുള്ള കാര്യങ്ങളാണ് ഈ സ്വന്തം വിവേകം എന്ന് പറയുന്നത്. അതേസമയം ഡിവൈൻ വിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട കാര്യമാണ്. ഈ ലോകത്തിലെ ഒരുപാട് ഡിഗ്രികൾ നമ്മൾ എടുത്താലും അതിലും അപ്പുറം നിൽക്കുന്നത്, ഈ ലോകത്തിൽ ഒന്നിനും ജയിക്കാൻ കഴിയാത്ത ഒരിതാണ് ഡിവൈൻ വിസ്റ്റം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ. നമ്മളെല്ലാം പ്രാർത്ഥിക്കണം ആ ഒരു ഡിവൈൻ വിസ്റ്റം കർത്താവ് നമുക്ക് തരാനായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മേൽ കർത്താവ് അതപ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം അവർ പഠിച്ച് അഭ്യസിച്ചാലും ഈ ബുദ്ധി ഇല്ലെങ്കിൽ, ഈ വിവേകമില്ലെങ്കിൽ അവരെവിടെയെങ്കിലൊക്കെ തെറ്റിപ്പോകും. നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്, ഡിവൈൻ വിസ്റ്റം. ശലോമോൻ ദൈവത്തോട് ചോദിച്ചൊറ്റ കാര്യമാണ്, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ വിവേകത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അറിയപ്പെടാൻ ഇടയായിത്തീർന്നു. ഇപ്പൊ ദൈവമക്കളെ സ്തോത്രം, ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, നമ്മുടെ ഫ്ലഷും അതായത് ദൈവത്തിന്റെ ആത്മാവും സ്പിരിറ്റും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ഉണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ സ്പിരിറ്റിന്റെ ലീഡിങ്ങിനായിട്ട് നമ്മളെ കീഴടക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ ട്രെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ടു. ജീവിതത്തിൽ പരാജയപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറാൻ നിമിഷങ്ങളൊന്നും ആവശ്യമില്ല, സെക്കൻഡുകൾ മതി. ചില സെക്കൻഡുകളിലുള്ള ചില പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫിനെ ആകെപ്പാടെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതുവരെയുള്ള ജീവിതത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇനിയാണെങ്കിലും കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും എൻ്റെ ഹാർട്ടിന്റെ അല്ലെങ്കിൽ ആവശ്യമനുസരിച്ചല്ല, എൻ്റെ മനസ്സിന്റെ ആവശ്യമനുസരിച്ചല്ല, എൻ്റെ ഫ്ലഷിന്റെ എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ല, ഒരു താൽക്കാലിക സമാധാനത്തിനോ അന്തരീക്ഷത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവിന് വചനം എന്ത് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്ത് പറയുന്നു, അതിനു വേണ്ടി ഞാൻ തീരുമാനമെടുക്കും. അതിനോട് എനിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാകത്തില്ല. ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും കർത്താവെ ഞാൻ അങ്ങനെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നിൽക്കും. അത് മാത്രമായിരിക്കും എൻ്റെ കാര്യം. നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഈ ഒരു ഈ സമർപ്പണമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മൾ ചിന്തിക്കണം, നമ്മൾ പൂർണ്ണ ഫെയ്ത്തോടെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്, പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. അല്ല എങ്കിൽ ഈ നമ്മൾ ആദ്യം വായിച്ച പോലെ നമ്മുടെ ഹൃദയം കള്ളം പറയുക, കപടതയുള്ളതാ. വചന പറയുന്നത് നമ്മുടെ ഹൃദയം കപടതവും വിഷവും ഉള്ളത്. കാര്യം നമ്മെ കൊല്ലാൻ നമുക്ക് തന്നെ സാധിക്കുമെന്ന് എൻ്റെ അർത്ഥം. നമ്മുടെ സ്പിരിറ്റിനെ കൊല്ലാൻ നമ്മുടെ അകത്ത് തന്നെ സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മെ തന്നെ മോശമാക്കാൻ നമ്മുടെ ഈ കപടതയുള്ള നാവിനും ഈ ഹൃദയത്തിനും ആ ഹൃദയത്തിന്റെ ഭാഷയ്ക്കും സാധിക്കും. ഹല്ലേലൂയ. അത് വലിയൊരു ചതിയാണ്, നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയത്തെ കൊടുക്കുക, അതിനെ ട്രെയിൻ ചെയ്യുക, അതിനെ ഡിസിപ്ലിൻ ചെയ്യിക്കുക. ദൈവവചനവുമായിട്ട് ഒബീഡിയൻസ് ആണ്. നമ്മൾ മക്കളെല്ലാം ഒബീഡിയൻസ് പഠിപ്പിക്കും അല്ലെ, സ്തോത്രം. ചെറുപ്പത്തിലെ നമ്മൾ അവരെ ആ രീതിയിൽ നമ്മൾ ശീലിപ്പിക്കും കാര്യങ്ങൾ. പാരൻസിനെ അനുസരിക്കണം, അല്ലെ മുതിർന്നവരെ അനുസരിക്കണം. പല രീതിയിൽ ഒബീഡിയൻസ് ഡിസിപ്ലിൻസ് നമ്മൾ ആ ലൈഫിൽ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശീലിപ്പിക്കണം, നമ്മൾ പഠിപ്പിക്കണം. സ്തോത്രം. അത് പഠിപ്പിക്കുമ്പോൾ മാത്രമേ സ്പിരിച്വാലിറ്റിയുടെ ആദ്യ പാഠത്തിലോട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്, അവിടെ സമർപ്പണം തുടങ്ങുന്നത്, അവിടെ വില കൊടുക്കുന്നത്. സ്തോത്രം. പൗലോസ് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെയൊക്കെ സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും മറ്റെല്ലാം അവൻ ചവറന്നെണ്ണാനിടയായിത്തീർന്നു. കാരണം തനിക്ക് ഇഷ്ടം തരുന്ന, തനിക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ തനിക്ക് ലോകത്തിന്റെ കൈടി തരുന്ന, ലോകം കൂടെ നിൽക്കുന്ന എല്ലാറ്റിനെയും ചവറന്നെണ്ണിയിട്ട് യേശുവിനെ കൂടുതൽ അറിയുവാൻ, യേശുവിന്റെ ഇഷ്ടങ്ങൾ അറിയുവാൻ, അതാണ് ഏറ്റവും വലുത്. അതാണ് മീനിങ് ഫുൾ ആയ ലൈഫ്. ആ ലൈഫിലാണ് യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ് കർത്താവിനെ പിന്തുടരാനിടയായത്. അതുകൊണ്ട് ഈ പകൽക്കാലം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നാം ഫോളോ ചെയ്യേണ്ടത് കർത്താവിന്റെ ഇഷ്ടത്തെയും ഹല്ലേലൂയ ആ ഒരു വില്ലിനെയുമാണ്. ബാക്കി എല്ലാറ്റിനെയും മരിപ്പിക്കേണ്ടത് ആവശ്യമാണ്, നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ടത് ആവശ്യമാണ്. ഹോളി സ്പിരിറ്റിനോട് പറയും, എന്നെ ട്രെയിൻ ചെയ്യണം, എൻ്റെ ഹാർട്ടിനെ ട്രെയിൻ ചെയ്യണം, എൻ്റെ ഇഷ്ടങ്ങളെ ട്രെയിൻ ചെയ്യണം. ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഞാൻ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാത്തതുണ്ടെങ്കിൽ ആത്മാവെ എന്നെ സഹായിക്കണം.
അതിനേക്ക് മരിപ്പിക്കുവാൻ, അതിനെ കൊല്ലേണ്ടതിനെ കൊല്ലുവാൻ, റിമൂവ് ചെയ്യേണ്ടതിനെ റിമൂവ് ചെയ്യാൻ, വലിച്ചെറിയേണ്ടത് വലിച്ചെറിയുവാൻ, അങ്ങനെ ധൈര്യമുള്ള ഒരു സ്പിരിറ്റായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഭയത്തിന്റെ ഭീരത്തിന്റെ ആത്മാവിനാലല്ല, ധൈര്യത്തിന്റെ ആത്മാവിനാൽ. സ്തോത്രം. അങ്ങനെ ആ ധൈര്യം നമുക്ക് വരണമെങ്കിൽ ദൈവസ്ഥ നമ്മളെ കൊടുക്കണം, നമ്മുടെ ജഡത്തെ ഏൽപ്പിച്ചു കൊടുക്കണം, ദൈവസ്ഥനെ പോയിരിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, ആത്മാവിൽ പോരാടണം. നമ്മളറിയാത്ത പരിവർത്തനങ്ങൾ നമുക്ക് തന്നെ അത്ഭുതം വിവരിക്കുമെന്ന് ഇത്രയും ധൈര്യം എനിക്ക് വരുന്ന ഇത്രയും സമയം നമുക്ക് തന്നെ തോന്നി. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവസ്ഥ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലയിൽ ഏൽപ്പിച്ച വചനത്തിനായി കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ആഴത്തുള്ള സമർപ്പണത്തിലൂടെ ദൈവസ്ഥനെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ഈ വചനത്താൽ ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു.